محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സദസ്സിൽ ഒരല്പസമയം സംസാരിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ വരാനും ഒരല്പസമയം ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവെക്കുവാനും തൗഫീഖ് നൽകിയ പടച്ച തമ്പുരാനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ലിയോ ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. നൂറുകണക്കിന് കിലോമീറ്ററുകൾ വിസ്തൃതിയുള്ള ഭൂപ്രദേശത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യനോട് തനിക്കിത്തിരി ഭൂമി വേണമെന്ന് ഒരാൾ വന്ന് ആവശ്യപ്പെടുകയാണ്. ഉദാരമതിയായ ആ ഭൂവുടമ ആവശ്യമുള്ള ഭൂമി എടുക്കുവാൻ അനുവദിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, നിനക്ക് എത്ര ദൂരം ഓടിത്തീർക്കുവാൻ സാധിക്കുമോ അത്രയും ചുറ്റളവിലുള്ള ഭൂമി നിനക്കെടുക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, വൈകുന്നേരത്തിന് മുമ്പ് നീ തുടങ്ങിയിടത്ത് അവസാനിപ്പിക്കണം. നിനക്ക് എത്ര ദൂരം ഓടാൻ സാധിക്കുമോ അത്രയും ചുറ്റളവിലുള്ള ഭൂമി നിൻ്റേതാണ്. ഇത് കേട്ട മനുഷ്യൻ ആർത്തിയോടുകൂടി ഓടാൻ തുടങ്ങുകയാണ്. അയാളങ്ങനെ നിർത്താതെ തൻ്റെ കഴിവിൻ്റെ പരമാവധി വേഗതയിൽ ഓടുകയാണ്. ഓടുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത, ഞാൻ ഈ ഓടിത്തീർത്ത ദൂരം അത്രയും ഭൂമി എൻ്റേതാണ് എന്ന്. ഓട്ടത്തിനിടയിൽ അയാൾക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ദാഹിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടി ഞാനൊരല്പം ഓട്ടം നിർത്തിയാൽ അത്രയും കൂടി ദൂരം എനിക്ക് ഓടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ആ ദാഹം സഹിച്ചുകൊണ്ട് പിന്നെയും ഓടുകയാണ്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ ഒരല്പസമയം വിശ്രമിക്കണമെന്ന് അയാളുടെ മനസ്സും ശരീരവും പറയുന്നുണ്ട്. പക്ഷെ അയാൾ ആലോചിക്കുന്നത്, ഞാൻ ഈ ഒരല്പസമയം വിശ്രമിച്ചാൽ, ഭക്ഷണം കഴിക്കാനിരുന്നാൽ അത്രയും ഭൂമി എനിക്ക് നഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ട് ഓടി തീർക്കുക തന്നെ. അങ്ങനെ ആർത്തി പൂണ്ട് ഭൂമിക്ക് വേണ്ടി ഓടി ഓടി അവസാനം അസ്തമയത്തിന് തൊട്ട് മുമ്പ് ഉടമസ്ഥൻ്റെ അടുത്തേക്ക് തിരിച്ചെത്താനുള്ള കുതിച്ചോട്ടത്തിൽ ആ മനുഷ്യൻ ദാഹിച്ച് ക്ഷീണിച്ച് വിശപ്പ് സഹിച്ച് തളർന്നു വീഴുകയാണ്. ആ വീണെടുത്ത് കിടന്ന ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. ലോകം കണ്ട മഹാപ്രതിഭകളിൽ ഒരാളായ
ലിയോ ടോൾസ്റ്റോയ് കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമിക്ക് വേണ്ടി ആർത്തി പിടിച്ച് ഓടിയ ആ മനുഷ്യന് അവസാനം കിട്ടിയത് അയാളെ അടക്കം ചെയ്യാനുള്ള 6 അടി മണ്ണാണ്. ഇതാണ് ആധുനിക സമൂഹത്തിൻ്റെ ചിത്രം. നമ്മളെല്ലാവരും തിരക്കുകൾക്കിടയിലാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ എങ്ങോട്ടെന്നില്ലാത്ത ഈ പരക്കം പാച്ചിലിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ നിയോഗത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും നമ്മൾ മറന്നു പോവുകയാണ്. ഞാൻ ഉൾപ്പെടെ എന്നോട് തന്നെയാണ് ആദ്യത്തെ അഭിസംബോധന. അലക്സാണ്ടർ ചക്രവർത്തിയോട് ഡയോജനിസ് ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങയുടെ ലക്ഷ്യം? അലക്സാണ്ടർ പറയുന്നു, എൻ്റെ അടുത്ത ലക്ഷ്യം ഈജിപ്ത് കീഴടക്കണമെന്ന്. ഈജിപ്ത് കീഴടക്കിയാൽ പിന്നെ എനിക്ക് പേർഷ്യ കീഴടക്കണം. ഈജിപ്തും പേർഷ്യയും കാൽ കീഴിൽ വന്നാൽ പിന്നെ എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? പിന്നെ എനിക്ക് ഏഥൻസ് കീഴടക്കണം. ഏഥൻസും കീഴടക്കി കഴിഞ്ഞാൽ പിന്നീട് എന്ത്? അലക്സാണ്ടർ പറയുന്നു, പിന്നീട് എനിക്ക് പടയോട്ടങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായി കിടന്നുറങ്ങണം. ചിന്തകനായ ഡയോജനിസ് അലക്സാണ്ടറെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്: അങ്ങേക്ക് ഇപ്പോൾ തന്നെ സ്വസ്ഥതയുണ്ടല്ലോ, ഇപ്പോൾ തന്നെ അങ്ങേക്ക് സ്വസ്ഥമായി ഉറങ്ങാമല്ലോ, പിന്നീട് എന്തിനാണ് ഈ പടയോട്ടവും പരക്കം പാച്ചിലുമെന്നും. സാന്ദർഭികമായി ആമുഖമായി ഇക്കാര്യം സൂചിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗമെന്ത് എന്ന് തിരിച്ചറിയാതെ, എന്തിനാണ് പടച്ചവൻ പരിമിതമായ ഒരു ആയുഷ്കാലം എനിക്കും നിങ്ങൾക്കും നൽകിയത് എന്ന് അറിയാൻ സാധിക്കാതെ ജീവിതത്തിനു പിന്നാലെ തിരക്ക് പിടിച്ച് ഓടുകയാണ്. ആർക്കും സമയമില്ല. പരസ്പരം കാണുവാനും പങ്കുവെക്കുവാനും, ഒന്ന് പുഞ്ചിരിക്കുവാനും സൗഹൃദം പങ്കുവെക്കുവാനും ഇന്ന് സമയമില്ല. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ വീട്ടുകാരന് വലിയ സന്തോഷമാണ്. കാരണം ഒരു അതിഥിയെ കിട്ടുക എന്നുള്ളത് ആ അതിഥിക്കും സന്തോഷമാണ്. 1, 2, 3 ദിവസം കുടുംബത്തോടൊപ്പം താമസിച്ച് ഇടപഴകി പിന്നീടാണ് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ വന്ന് കയറുന്നതിന് മുമ്പ് അതിഥികൾ പറയുന്നത്, അടുക്കളയിലേക്ക് നോക്കിയിട്ടൊന്നും എടുക്കണ്ട, പരമാവധി നിർബന്ധമാണെങ്കിൽ ഒരു പച്ചവെള്ളം തന്നാൽ മതി, അതല്ലെങ്കിൽ ഒരു കാലിച്ചായ തന്നാൽ മതി, എനിക്ക് തിരക്കുണ്ട് എന്ന്. ഈ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ജീവിതം എന്തിന് എന്നുള്ളത് തിരിച്ചറിയുവാനാണ് ഈ വിചാരവേദി. നമ്മൾ 2 ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ച് കൂടുന്നത് ഈ ഒരു വലിയ വെളിച്ചത്തിന് വേണ്ടിയാണ്. അങ്ങേയറ്റത്തെ കലുഷിതമായ ഒരു അവസ്ഥയിൽ രാജ്യം, നാട്, സഹോദരങ്ങൾ, ചുറ്റുപാട് ഇതെല്ലാം ചേർത്ത് കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ദീനീ സദസ്സിൽ പങ്കെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് ദീനിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. പടച്ച തമ്പുരാൻ ഈ സന്മനസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ഇതിന് ദുനിയാവിൽ നല്ല പ്രതികരണവും പരലോകത്ത് മഹത്തായ പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്കൊരിക്കലും അത് എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, കിടക്കുന്നിടത്ത് നിന്ന് ഒന്ന് ചെരിഞ്ഞ് കിടക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണ്. ഇന്ന് ഫേസ്ബുക്കിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ നിങ്ങളിൽ പലരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഇങ്ങോട്ട് പോരാനുള്ള
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ചിത്രം കാണാനിടയായി. അത് മനസ്സിൽ നിന്ന് വല്ലാത്തൊരു നീറ്റലുണ്ടാക്കുകയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഒരു 16 വയസ്സുള്ള ഒരു ആൺകുട്ടി +1 പഠിക്കുന്നത്. അവൻ്റെ മുഖത്ത് ഈ ഇടതുഭാഗത്തുള്ള കണ്ണും അതിന് താഴെയുള്ള കവിളും ഒഴികെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും കറുത്ത പാടുകൾ, മറുകുകൾ വന്നിട്ട്, നമ്മൾ അരിമ്പാറ എന്ന് പറയുമല്ലോ, ആ അരിമ്പാറ വന്ന് ചെവി അങ്ങേയറ്റം വികൃതമായി ഒരു പ്രാവശ്യമേ ആ ചിത്രത്തിലേക്ക് പോലും നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആലോചിക്കുക, അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു അവസ്ഥ, ആ ചിത്രം പോലും നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ വന്ന ഒരു അകന്ന കുടുംബ ബന്ധത്തിലുള്ള ഒരു കുട്ടി, അവർ അന്തമാൻ ദ്വീപിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ കുട്ടി വളരെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ്. അവരൊരു ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. ആ കുട്ടിയുടെ ശരീരത്തിൽ ഇതേപോലെ അരിമ്പാറ ആദ്യം ചെറുപ്പത്തിൽ വളരെ കുറച്ച് കാലിൻ്റെ ഭാഗത്തേ ഉള്ളായിരുന്നു. പിന്നീട് അങ്ങനെ വളർന്ന് ഇപ്പോൾ ആ കുട്ടി ഫുൾ സ്ലീവിലാണ് ഷർട്ട് ഇടുന്നത്. ഷർട്ടിൻ്റെ ഈ സ്ലീവ് ഒന്ന് പൊക്കിയാൽ അതിന് താഴെ നമുക്ക് നോക്കാൻ കഴിയാത്ത വിധം ശരീരത്തിൽ അരിമ്പാറകൾ വളർന്നു. ഞാൻ സൂചിപ്പിച്ചത്, നമുക്ക് കിടക്കുന്നിടത്ത് നിന്നൊന്ന് ചെരിഞ്ഞ് കിടക്കാൻ സാധിക്കുമെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ കൈ ഒന്ന് ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണി നോക്കിയാൽ നമുക്ക് തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അലം നജഅൽ ലഹു ഐനൈൻ, നാം അവർക്ക് 2 കണ്ണുകൾ നൽകിയില്ലയോ, ചുണ്ട് നൽകിയില്ലയോ, കേൾക്കുവാനുള്ള ചെവി നൽകില്ലയോ. വഹദൈനാഹു നജ്ദൈൻ, 2 മാർഗങ്ങളെ, തെളിഞ്ഞതും ഇരുണ്ടതുമായ, സത്യവും അസത്യവുമായ മാർഗങ്ങൾ ഏത് എന്ന് നാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലയോ എന്ന്. അപ്പോൾ പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നിഅമത്തുകൾ, നമുക്ക് എണ്ണിക്കണക്കാക്കുവാൻ സാധിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഏതാണ് ഇതിലേറ്റവും വലിയ അനുഗ്രഹം? വീട് അനുഗ്രഹമാണ്, നമുക്കറിയാം. ഒരു ജോലി അനുഗ്രഹമാണ്, കുടുംബം അനുഗ്രഹമാണ്, നിഅമത്താണ്. ആരോഗ്യവും സമയവും സമ്പത്തും നമ്മുടെ ബുദ്ധിശക്തിയും ക്രിയാശേഷിയും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിഅമത്താണ്. എന്നാൽ ഈ നിഅമത്തുകളിൽ വച്ച് പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. ഇതിനെല്ലാം ഉപരിയായി നല്ല വീടുണ്ടായി, നല്ല സൗകര്യങ്ങളുണ്ടായി, വാഹനമുണ്ടായി, കുടുംബമുണ്ടായി, ആരോഗ്യമുണ്ടായി, സമയമുണ്ടായി, ഇതിനെല്ലാം ഉപരിയായി പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള, എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ വെളിച്ചം. ഒന്നുകൂടി ആലോചിച്ചാൽ, ഒരു മുസ്ലിമായ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിക്കുവാൻ സാധിച്ചു എന്നുള്ളത്, ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാൻ സാധിച്ചു എന്നുള്ളത്, ഇത്തരം ഇസ്ലാമിക സദസ്സുകളിൽ പങ്കെടുക്കുവാനും ഈ വെളിച്ചത്തെക്കുറിച്ച് അറിയുവാനുമുള്ള അവസരം ലഭിച്ചു എന്നുള്ളത്, അതിലുപരിയായി ഇസ്ലാമിൻ്റെ അടിത്തറ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകചര്യയിൽ നിന്നും കറകളഞ്ഞ തൗഹീദ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനുള്ള മഹാഭാഗ്യം ലഭിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒന്നാമത്തെ ഏറ്റവും മഹത്തായ അനുഗ്രഹം അത് ഹിദായത്താണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നമുക്കറിയാം, മക്ക വിജയത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ വാക്യം, ഇസ്ലാം എന്ന് പറയുന്ന ഈ ആദർശത്തെ പൂർത്തീകരിച്ചുകൊണ്ട് പ്രവാചകൻ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വചനം, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ നാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്കുള്ള നിഅമത്തിനെ, അനുഗ്രഹത്തെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാം എന്നുള്ളത് ഒരു നിഅമത്താണ്. മുസ്ലിമായി ജനിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. നമുക്ക് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോയി നമസ്കരിക്കണമെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നാം ഒരുപാട് വട്ടം അൽഹംദുലില്ലാ എന്ന് പറയണം. ഒരു ഇസ്ലാമിൻ്റെ സദസ്സിൽ വന്നിരിക്കുവാനുള്ള പ്രേരണ നേരത്തെ സൂചിപ്പിച്ചല്ലോ. നമ്മുടെ നാട്ടിൽ വാള് മാഫിയകളാണ്. ഇലക്കം ഷബാബിൻ്റെ പുറംചട്ടയിൽ അവസാനത്തെ പേജിൽ മുജീബ് റഹ്മാൻ കിനാലൂർ എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്, കഴിയുന്നവർ വായിക്കണം. തട്ടമിട്ട മൗലവിമാർ എന്നാണ് ആ ലേഖനത്തിൻ്റെ ഹെഡിങ്. ആരെയെങ്കിലും ഇകഴ്ത്തുവാനോ ചെറുതാക്കി കാണിക്കുവാനോ അല്ല, മറിച്ച് മതപ്രബോധന രംഗം പോലും ഒരു തരം ബി ടു ബി ബിസിനസ്, ബിസിനസ് ടു ബിസിനസ്. ഇത്ര ലക്ഷം പിരിച്ചു തന്നാൽ ഇത്ര ശതമാനം കമ്മീഷൻ തരാം. ആരൊക്കെ പറയുന്നു ആരൊക്കെ പറയുന്നില്ല നമുക്കറിയില്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നിസ്വാർത്ഥമായി ദീനീ ദഅവത്ത് നടത്തുന്നവർ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകാം. അള്ളാഹു അവർക്കതിനുള്ള പ്രതിഫലം നൽകട്ടെ. എന്നാൽ ഇന്ന് നാം കാണുന്ന ശബ്ദ കോലാഹലങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു വലിയ എഗ്രിമെൻ്റ്, ഒരു ബിസിനസ്സാണ്. ഇത്ര ലക്ഷം പിരിച്ചു തന്നാൽ അതിൽ ഇത്ര ശതമാനം കമ്മീഷൻ. അങ്ങനെയുള്ള ഒരു തരം മത മാഫിയ, മതം ഒരു കരിസ്മാറ്റിക് ഏർപ്പാടായി മാറുന്ന കാലഘട്ടത്തിൽ തുറന്ന മനസ്സോടുകൂടി, അല്പം വിചാരബോധത്തോടുകൂടി, വിവേകത്തോടുകൂടി ഇസ്ലാമിനെ പഠിക്കുവാനുള്ള ഒരു വേദിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയ നിഅമത്താണ്. അപ്പോൾ പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത് എന്ന ഈ നിഅമത്തിന് നാം എങ്ങനെ നന്ദി പ്രകടിപ്പിക്കണം? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഖുർആനിലെ നമ്മുടെ മനസ്സിൽ തറക്കേണ്ട ഒരു വാക്യമാണ്. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള ഏതെല്ലാം നിഅമത്തിന് നാം നന്ദി കാണിക്കുന്നുണ്ടോ? ആരോഗ്യം അല്ലാഹു നൽകിയ ഒരു നിഅമത്താണ്. ആരോഗ്യമുള്ള സമയത്ത് ആ ആരോഗ്യം പടച്ചവൻ്റെ മാർഗത്തിൽ ഒരല്പം മാറ്റിവെക്കുവാൻ, നമ്മുടെ ശരീരം മാറ്റിവെക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നകും, പടച്ചവനാണ് പറയുന്നത്. പടച്ചവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, ഇനി നിഷേധിക്കുകയാണ് എങ്കിൽ പടച്ചവൻ്റെ ശിക്ഷ അതികഠിനമാകുന്നു. അപ്പോൾ പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തിനും നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് മുസ്ലിമായി ജനിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു, തൗഹീദ് ഉൾക്കൊള്ളുവാനുള്ള ഭാഗ്യം ലഭിച്ചു, മുവഹിദായി ജീവിക്കുവാനുള്ള അവസരം ലഭിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സന്ദേശങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നാം അതിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ, 3 ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്തേ പറ്റൂ. ഈ അനുഗ്രഹത്തിന് നന്ദിയായി 3 ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും. അതിലൊന്നാമത്തേത് ഈ വലിയ അനുഗ്രഹത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്തിനെ അറിയുക എന്നുള്ളതാണ് ഈ ഹിദായത്തിന് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കൃതജ്ഞത എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്കറിയാം, നമസ്കാരത്തിൽ നിർബന്ധമായും നിർവഹിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. മറ്റു പ്രാർത്ഥനകളൊക്കെ പ്രാരംഭ പ്രാർത്ഥനയാണെങ്കിലും അത്തഹിയ്യാത്തിലുള്ള പ്രാർത്ഥനയാണെങ്കിലും അതിൻ്റെയൊക്കെ വാചകങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വാചകങ്ങളിൽ വ്യത്യാസമില്ലാതെ ഒരു ദിവസത്തെ നമസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന ഒരേ ഒരു ദുആയേ ഉള്ളൂ. സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് തുടങ്ങി ആ സൂറത്തുൽ ഫാത്തിഹയിൽ നാം നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നാഥ നീ ഞങ്ങൾക്ക്
സിറാത്തുൽ മുസ്തഖീം കാണിച്ചു തരണം, ഞങ്ങളെ ഹിദായത്തിൽ ചേർക്കണമെന്നാണ്. ഈ സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലാത്ത മറ്റൊരു പ്രാർത്ഥന നമ്മൾ നമസ്കാരത്തിൽ നിർബന്ധമായി നിർവഹിക്കുന്നില്ല. പരലോക രക്ഷയ്ക്ക് വേണ്ടി പോലും, പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതിനൊന്നുമുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ നമസ്കാരത്തിലില്ല. നമസ്കാരത്തിൽ നിർബന്ധമായി ഞാനും നിങ്ങളും നിർവഹിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഈ സിറാത്തുൽ മുസ്തഖീം പടച്ചവനെ നീ എനിക്ക് കാണിച്ചു തരണം. അതുകൊണ്ട് തന്നെ ഹിദായത്ത് എന്ന അനുഗ്രഹത്തിന് നാം നിർവഹിക്കേണ്ട ഒന്നാമത്തെ കൃതജ്ഞത എന്ന് പറയുന്നത് ഈ ഹിദായത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, ദീനിനെക്കുറിച്ച് പഠിക്കുവാൻ, നമുക്ക് പടച്ചവൻ നൽകിയ ഹിദായത്താകുന്ന വെളിച്ചത്തെക്കുറിച്ച് പഠിക്കുവാൻ നമ്മൾ എത്ര സമയം ഓരോ ദിവസവും നീക്കി വെക്കുന്നുണ്ട്? നമ്മുടെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുള്ള നമ്മുടെ ഒരു ദിവസത്തിൽ നാം നേരം പുലരുന്നത് മുതൽ കിടന്ന് ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള നമുക്ക് ലഭിച്ച മണിക്കൂറുകളിൽ ഒരു ദിവസം നമ്മളിന്ന് ആലോചിക്കുക. ഇന്നത്തെ ദിവസം ഒരുപക്ഷേ ഈ ഒരു വൈകുന്നേരം മഗ്‌രിബിന് ശേഷം നമ്മളിരുന്ന ഈ ഒരു ഇരുത്തം അത് നല്ല നെയ്യത്തോടു കൂടിയാണ് എങ്കിൽ അത് ദീൻ പഠിക്കുവാനിൽ നാം നീക്കിവെച്ച ഒരു സമയമാണ്. ഇന്നലെ നമ്മൾ എത്ര സമയം ചെലവഴിച്ചു? മെനിഞ്ഞാന്ന് എത്ര സമയം ചെലവഴിച്ചു? ഒരാഴ്ചയിൽ പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള വിലയേറിയ ഈ മണിക്കൂറുകളിൽ എത്ര മണിക്കൂറുകൾ നാം ഇൻ്റർനെറ്റിന് മുമ്പിൽ ചെലവഴിക്കുന്നു? ഒരാവശ്യവുമില്ലെങ്കിലും മൊബൈൽ ഫോണിൽ എന്തെല്ലാം പുതിയ ആപ്ലിക്കേഷൻ വരുന്നു, അത് തിരിച്ചും മറിച്ചും അത് ഗവേഷണം നടത്തുകയാണ് മുതിർന്നവരും ചെറിയവരും സ്ത്രീകളും കുട്ടികളുമൊക്കെ. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് അതൊക്കെയും ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ചില കൗതുകങ്ങളാണ്. ഇന്നല്ല, ഇന്ന് സ്ത്രീകളുടെയും മിക്കവാറും എല്ലാ സഹോദരിമാരുടെയും കയ്യിൽ ഏറ്റവും ആധുനികമായ മൊബൈൽ ഫോണുകളുണ്ട്. അതിലുള്ള എന്തെല്ലാം ആപ്ലിക്കേഷനുകളുണ്ടോ, ഒരു പുതിയ ആപ്ലിക്കേഷൻ മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് ഇതെന്താണ്? അടുത്തൊരാളോട് അന്വേഷിച്ച് പഠിക്കുകയാണ്. അതിന് മുമ്പിൽ ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും മുമ്പിൽ നമ്മൾ ഈ ഒരാഴ്ചയിൽ എത്ര സമയം ചിലവഴിച്ചു? ഫോൺ കോൾ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനുമല്ല, അതിനാണല്ലോ ഫോണ്. അത്യാവശ്യത്തിനൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരാം, റെഫർ ചെയ്യേണ്ടി വരാം. അതിലുമപ്പുറം വൃഥ ഒരാവശ്യവുമില്ലാതെ നമ്മൾ എത്ര സമയം ചിലവഴിച്ചു? ഒരുപക്ഷേ നമ്മുടെ ആ മൊബൈൽ ഫോണിൽ 32 GB 16 GB വേണ്ട 1 GB മെമ്മറി ഉണ്ട് എങ്കിൽ ആ മെമ്മറിക്കകത്ത് നമുക്ക് സംഭരിച്ചു വെക്കാവുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ മഹാശേഖരങ്ങളില്ലേ, ലഭ്യമല്ലേ നമുക്ക്? നമ്മുടെ ആരുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ അത്തരം വിജ്ഞാനത്തിൻ്റെ ശേഖരങ്ങൾ നാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വേണ്ട, വെറുതെ ഒരു യാത്രയിൽ നമ്മൾ വിശ്രമിക്കുന്ന ഒരു സമയത്ത് ഒന്ന് ഓൺ ചെയ്താൽ, ഒന്ന് ഞെക്കിയാൽ നമുക്ക് ഒഴുകിയെത്താവുന്ന കിട്ടാവുന്ന അറിവുകളുണ്ട്, ദീനിൻ്റെ പഠനങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദീനിനെ അറിയുവാൻ, ഹിദായത്തിനെ പഠിക്കുവാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു? അതുകൊണ്ട് തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത് എന്ന അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ നന്ദി എന്ന് പറയുന്നത് ആ ഹിദായത്തിനെ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു ഭാഗം, എങ്ങനെയാണ് ഹിദായത്ത് എന്ന അനുഗ്രഹത്തിന് മുസ്ലിമായി ജനിക്കുവാൻ സാധിച്ചു എന്ന്, ഇസ്ലാമിനെക്കുറിച്ചറിയാൻ സാധിച്ചു എന്ന് ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പറയേണ്ടത്. അതിന് രണ്ടാമത്തെ വഴി, സുപ്രധാനമായ വഴി, ഈ മനസ്സിലാക്കിയ ഹിദായത്തനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക എന്നുള്ളത്. പറയുവാനും കേൾക്കുവാനും എളുപ്പമാണ്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ധാരണയുണ്ട്, ഒരാൾ മുസ്ലിമായാൽ പിന്നീട് അയാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരാൾ ഇതുവരെയും പ്രത്യേകിച്ച് ഇസ്ലാമിനോട് താല്പര്യമോ ബന്ധമോ ഇല്ലാത്ത ഒരാൾ മുസ്ലിം ആവുകയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയാണ്. എന്നാൽ പിറ്റേന്ന് മുതൽ പള്ളിയിൽ അദ്ദേഹം കൃത്യമായി നമസ്കാരത്തിനുണ്ടാവണം. അടുത്ത റമദാൻ മുതൽ അദ്ദേഹം കൃത്യമായി നോമ്പ് നോൽക്കണം. ഇത് മുസ്ലിമാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി ചെയ്യേണ്ടതാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ അതിനുമപ്പുറം ഹിദായത്ത് എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും
ജീവിത വീക്ഷണത്തെ മാറ്റിയിട്ടുണ്ടോ? അവിടെയാണ് നാം അടിവരയിടേണ്ടത്. ഒരു മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ, ഒരു മുവഹിദായി എന്നതിൻ്റെ പേരിൽ, വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാം അറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മുടെ ജീവിത വീക്ഷണം മാറിയിട്ടുണ്ടോ? പറയുമ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ഒന്നാമത്തെ പ്രതികളാകും. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സഹോദരൻ കോടികൾ ചിലവഴിച്ച്, ലക്ഷങ്ങൾ ചിലവഴിച്ച് വലിയ കൊട്ടാരമുണ്ടാക്കുമ്പോൾ അതിനെ വെല്ലുന്ന വീടെനിക്ക് വേണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിത വീക്ഷണത്തിലേക്ക് ഈ ഹിദായത്ത് കടന്നു വന്നിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം. മകൻ്റെയോ മകളുടെയോ വിവാഹമുണ്ടാകുമ്പോൾ ഏറ്റവും ഗംഭീരമായ സദ്യ, ഏറ്റവും നല്ല ആർഭാടങ്ങൾ, ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരു ദിവസം മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടി 10,000ങ്ങളുടെ വിലയുള്ള വസ്ത്രങ്ങൾ എൻ്റെ കുടുംബത്തിനും വേണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു അമുസ്ലിമിൻ്റെ ചിന്ത പോലെ, തൊട്ടപ്പുറത്തുള്ള ഒരു നാരായണൻ്റെയും ഒരു ജോസിൻ്റെയും വീട്ടിൽ നടക്കുന്നത് പോലെ എൻ്റെ വീട്ടിലെയും കല്യാണമാകണമെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ജീവിത വീക്ഷണത്തെ മാറ്റുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമസ്കരിക്കുന്നത് കൊണ്ട് മാത്രം, നോമ്പെടുക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഹിദായത്ത് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, അങ്ങയുടെ ശരീരത്തിൽ പരുപരുത്ത പനയോലയുടെ പാടുകളുണ്ട്, പനയോലയിൽ കിടന്നുറങ്ങിയതിൻ്റെ പാടുകൾ. ഉമർ റളിയല്ലാഹുവിന് ഇത് കണ്ടിട്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. പ്രവാചകരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് പടച്ചവന് വേണ്ടി ജീവിക്കുന്ന അങ്ങേക്ക് ഈ ദുനിയാവിൽ കിട്ടുന്നത് ഈ തുച്ഛമായ ജീവിതത്തിൽ ഈ പരിമിതമായ സൗകര്യങ്ങളാണല്ലോ, അങ്ങയുടെ ശരീരത്തിലെ ഈ പാടുകളാണല്ലോ. പടച്ചവനെ ധിക്കരിച്ച് ജീവിക്കുന്ന കിസ്റയും കൈസറുമൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ, എന്തേ അങ്ങേക്ക് ഇത് ലഭിക്കാതെ പോയത്? അതിന് പ്രവാചകൻ നൽകുന്ന മറുപടി, ഉമറേ, കിസ്റയും കൈസറും ദുനിയാവ് തിരഞ്ഞെടുത്തു. അവർ തിരഞ്ഞെടുത്തത് ദുനിയാവാണ്, ഞാൻ തിരഞ്ഞെടുത്തത് പരലോകമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പൊതുഖജനാവിൽ നിന്ന് ഖലീഫ എന്ന നിലയിൽ ലഭിക്കുന്ന ശമ്പളം വളരെ പരിമിതമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ വീട്ടു ചെലവുകൾക്ക് പോലും തികയുന്നില്ല. പ്രഗത്ഭരായ സഹാബിമാർ കൂടി ആലോചിക്കുകയാണ്, ഖലീഫയുടെ ശമ്പളം ഒന്ന് വർദ്ധിപ്പിക്കണം, അദ്ദേഹത്തിന് കിട്ടുന്നത് പോരാ. എല്ലാവർക്കും അറിയാം, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖരായ സഹാബിമാർ അവർ കൂടി ആലോചിക്കുകയാണ്, ഖലീഫയുടെ ശമ്പളം വർദ്ധിപ്പിക്കണം. അത് ശമ്പളം വർദ്ധിപ്പിക്കണമെങ്കിൽ ആ ഉത്തരവും ഖലീഫ തന്നെ ഇറക്കണമല്ലോ. അതുകൊണ്ട് ഇത് ആര് ഖലീഫയോട് പറയും? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുവാൻ അവർക്കാർക്കും ധൈര്യമില്ല. ഒടുവിൽ അവർ ഒരു മാർഗം കണ്ടെത്തുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹയെ കാണുകയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഉപ്പയോടൊന്നും പറയണം, ഞങ്ങൾക്കൊന്നും പറയാനുള്ള ധൈര്യമില്ല, അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളല്ലേ, നിങ്ങൾ ഈ കാര്യം ഒന്ന് ഉപ്പാനോട് പറയണം. ഹഫ്സ റളിയല്ലാഹു അൻഹ തൻ്റെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഖലീഫയോട് ഈ കാര്യം പറയുകയാണ്. ഖലീഫ ചോദിക്കുന്നു, ഹഫ്സ, ആരാണ് നിന്നോട് ഈ കാര്യം പറഞ്ഞത്? ഹഫ്സ റളിയല്ലാഹു അൻഹു ആളുകളുടെ പേര് പറയുന്നില്ല. ആരാണ് നിന്നോടത് പറഞ്ഞത്? നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്നിട്ട് അദ്ദേഹം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, നീ പ്രവാചകൻ്റെ പത്നിയായിരുന്നല്ലോ, പ്രവാചകൻ്റെ കൂടെ നീ മരണം വരെയും വഫാത്ത് വരെയും ജീവിച്ചിട്ടുണ്ടല്ലോ, എന്തായിരുന്നു റസൂലിൻ്റെ ഭക്ഷണം? ഹഫ്സ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉണങ്ങിയ റൊട്ടിയും കാരക്കയും. എന്തായിരുന്നു പ്രവാചകൻ്റെ വസ്ത്രം? പ്രവാചകൻ കിടന്നുറങ്ങിയിരുന്നത് എങ്ങനെയായിരുന്നു? ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, റസൂലിന് ആകെ ഒരു വിരിപ്പാണുള്ളത്. ആ വിരിപ്പ് ചൂടുകാലമായാൽ അത് 4 മടക്കി അതിൽ കിടന്നുറങ്ങും. തണുപ്പ് കാലത്ത് 2 മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് പുതക്കും. എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരോട് നീ പറയണം, ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്ത് എന്ന്
എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു വാചകമാണ്. എന്താണ് ജീവിതത്തിൻ്റെ അത്യാവശ്യം, എന്താണ് ദുനിയാവിൻ്റെ ആവശ്യങ്ങളെന്ന് എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഹിദായത്ത് എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ജീവിത വീക്ഷണത്തെ മാറ്റിയിട്ടുണ്ടോ? ഒരു മുസ്ലിമായ ഉദ്യോഗസ്ഥനും ഒരു അമുസ്ലിമായ ഒരു ഉദ്യോഗസ്ഥനും ഒരേ ഓഫീസിലുണ്ട്. ഒരാൾ മുസ്ലിമാണ്, അയാൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. മറ്റേയാളുടെ പേര് നാരായണൻ എന്നോ ജോസഫ് എന്നോ മറ്റെന്തോ ആണ്, അയാൾ മുസ്ലിമല്ല. ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഓഫീസിൽ വരുന്നത് 10:30 മണിക്കോ 11 മണിക്കോ 12 മണിക്കോ തോന്നിയ സമയത്താണ്. തോന്നിയ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആളുകൾ വന്നാൽ പൊതുജനങ്ങളോട് രണ്ടുപേരും കുരച്ചു ചാടുന്നു. തരം കിട്ടിയാൽ എപ്പോഴൊക്കെ കൈക്കൂലി വാങ്ങാൻ പറ്റുമോ അപ്പോഴൊക്കെ രണ്ടുപേരും വാങ്ങുന്നു. ഒരാൾ ളുഹറിൻ്റെ ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകുന്നു, നമസ്കരിക്കുന്നു, വീണ്ടും വരുന്നു, കൈക്കൂലി വാങ്ങുന്നു. അസ്ർ ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ഹിദായത്തുണ്ടോ? ഹിദായത്ത് എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ജീവിത വീക്ഷണത്തെ മാറ്റണം. ഐഹിക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ വീക്ഷണങ്ങളെ തിരുത്തി എഴുതുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ ചിലതിനൊക്കെ നിയന്ത്രണങ്ങൾ വെക്കുവാൻ, എല്ലാ ആർഭാടങ്ങളുടെയും പിറകെ, എല്ലാ പൊങ്ങച്ചങ്ങളുടെയും പിറകെ ഓടുന്നതിന് പകരം ഒരൽപ്പം ജീവിതത്തിൽ സുതാര്യതയും സൂക്ഷ്മതയും പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ആ ഹിദായത്തിനോട് നാം കാണിക്കേണ്ട മറ്റൊന്ന്, ആ ഹിദായത്ത് ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം നമ്മുടെ മരണം അത് ഏറ്റവും നല്ല രീതിയിലാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരണം വരെയും ആ ഹിദായത്ത് നിലനിൽക്കണം. എപ്പോഴാണ് മനസ്സ് മാറുക എന്നറിയുകയില്ല. ഈ വിചാരവേദിയുടെ തുടക്കത്തിൽ ഇവിടെ വന്ന ഒരുപാട് ആളുകളുണ്ടാകാം. അതിലെത്ര പേർ ഇപ്പോൾ തുടർന്നു വരുന്നു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അതിനുശേഷം വന്നവരുണ്ടാകാം. പിശാച് നമ്മെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം സ്വീകരിച്ചിട്ടുള്ള ഈ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുവാനുള്ള പ്രേരണ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിലെ ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ ഒരു ആദർശം നെഞ്ചേറ്റി ജീവിക്കുകയും അവസാന ഘട്ടത്തിൽ ഇതിനോടൊന്നും താല്പര്യമില്ലാതെ അവനവൻ്റെ വീടും കുടുംബവും അതിൻ്റെ ചുറ്റുവട്ടവും മാത്രമായി തന്നിലേക്ക് തന്നെ ഉൾവലിയുകയും ചെയ്യുന്ന ഒരു ദുരന്തം വരാതിരിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. ഈ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് അവസാനത്തെ വാക്കായി ഉച്ചരിക്കുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ് തവഫനി മുസ്ലിമൻ, മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവനെ നീ എന്നെ ചേർക്കണം. അതുകൊണ്ട് ഈ ഒരു ഹിദായത്ത്, ഈ ഒരു മാർഗം അത് ജീവിതത്തിൽ പകർത്തുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനുമുള്ള അവസരം കിട്ടണം. അതുകൊണ്ട് ആ മനസ്സിലാക്കിയ ഹിദായത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ് നാം ഇതിനോട് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഞാൻ ആ രണ്ടാമത്തെ ഭാഗവും അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഹിദായത്തിന് നാം ചെയ്യേണ്ട ശുക്ർ 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, ആ ഹിദായത്തിനെ അറിയുക, പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക, ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാനുള്ള ചെറുതും വലുതുമായ ഏതെല്ലാം സാധ്യതകൾ, അവസരങ്ങൾ, എന്തെല്ലാം ടെക്നോളജിയുടെ സൗകര്യങ്ങളുണ്ടോ അവിടെയൊക്കെ അത് മനസ്സിലാക്കുവാൻ ആ മാധ്യമം അതിനുകൂടി ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു ചിന്തയുണ്ടാവുക. 2, ആ ഹിദായത്തനുസരിച്ച് ജീവിക്കുക. 3-ാമത്തെ ഭാഗം അതാണ് ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് പറയണമെന്ന് ഉദ്ദേശിച്ച വിഷയവും അത് തന്നെയാണ്.
ഒരുപക്ഷെ ആദ്യത്തെ 2 ഭാഗവും കുറേയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി ഞാനും നിങ്ങളും പുലർത്തുന്നുണ്ടാകാം. ഇനി ഞാൻ പറയുന്ന 3ാമത്തെ ഭാഗം, അത് നാം ഒരല്പം അടിവരയിട്ട് മനസ്സിരുത്തി ആലോചിക്കേണ്ടതാണ്. 3ാമതായി നാം ചെയ്യേണ്ട കൃതജ്ഞത ഈ ഹിദായത്തിനെ അതിൻ്റെ അവകാശികൾക്ക് എത്തിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ സന്മാർഗം, ഇസ്ലാം എന്ന് പറയുന്ന ഈ വെളിച്ചം, ആരാണ് അതിൻ്റെ അവകാശികൾ? അത് നമ്മുടെ ആരുടെയും പാരമ്പര്യ സമ്പത്തോ സ്വത്തോ അല്ല. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഈ ഹിദായത്തിൻ്റെ അവകാശികളാണ്. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ അയൽവാസികൾ, അവൻ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, നമ്മുടെ ഓഫീസിലെ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കൾ, നാം ആരോടൊക്കെ ഭൗതിക ജീവിതത്തിൽ ഇടപെടുന്നുവോ, ആരോടൊക്കെ നാം സഹവസിക്കുന്നുവോ, മാനുഷിക ബന്ധങ്ങൾ പുലർത്തുന്നുവോ, അവർ മുഴുവൻ ഈ ഹിദായത്തിൻ്റെ അവകാശികളാണ്. അതുകൊണ്ട് ആ ഹിദായത്തിൻ്റെ അവകാശികൾക്ക് ഈ ഹുദയെ എത്തിച്ചു കൊടുക്കുക. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ റമളാനിനെ വിശദീകരിക്കുന്നിടത്ത് റമളാനിൻ്റെ പ്രത്യേകത ഖുർആൻ അവതരണമാണ് എന്ന് സൂചിപ്പിക്കുന്നിടത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഹുദൽ ലിന്നാസ് എന്നാണ്. ഇവിടെ കൂടിയിട്ടുള്ള കുറച്ച് മുസ്ലിങ്ങളുടെ, മാപ്പിളമാരുടെ, മുസ്ലിം നാമധാരികളുടെ ഹുദ എന്നല്ല, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മാർഗദർശനം. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാത് ഇലന്നൂർ. കിതാബുൻ അൻസൽനാ, ഈ വിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ്. ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാത്, ജനങ്ങളെ, മുഴുവൻ മനുഷ്യരെ, നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ നാം ഇടപഴകുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടോ, അവിടെ ആരൊക്കെ നാം കണ്ടുമുട്ടുന്നുവോ, അവർ മുഴുവൻ ഈ ഹുദയുടെ അവകാശികളാണ്. അവരിലേക്ക് ഇത് എത്തിക്കുവാനുള്ള ബാധ്യത നമ്മുടേതാണ്. വഹി ലഭിക്കാത്ത, വഹി ഇല്ലാത്ത പ്രവാചകന്മാരുടെ സ്ഥാനമാകുന്നു എനിക്കും നിങ്ങൾക്കുമുള്ളത്. നമ്മളൊന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും സ്ഥാനം വഹി ഇല്ലാത്ത പ്രവാചകന്മാരുടെ സ്ഥാനമാണ്. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അള്ളാഹുവിങ്കൽ നിന്നുള്ള വഹി അവസാനിച്ചു. ഇനി ലോകാവസാനം വരെ ഒരാൾക്കും വഹി കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇനി ലോകാവസാനം വരെയും വഹിയില്ലാത്ത പ്രവാചകൻ്റെ ദൗത്യം ഫൽയുബല്ലിഗി ഷാഹിദൽ ഗായിബ, ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുക പ്രവാചകൻ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ടല്ലോ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്ന സമയമാണ്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാണ് നമുക്കറിയാം. അൽ ഹജ്ജു അറഫ. അറഫയാണ് ഹജ്ജ് എന്ന്. ഹജ്ജിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അറഫയിൽ നിൽക്കുന്ന ആ അറഫ ദിനത്തിലെ നൃത്തം, അതുതന്നെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. ഹജ്ജിന് പോയ ആളുകളും ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളും സൗദി അറേബ്യയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളുകളും ഒക്കെ ആലോചിക്കേണ്ട, പോകാത്തവരൊക്കെ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പ്രവാചകൻ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ഫൽയുബല്ലിഗി ഷാഹിദിൽ ഗായിബ, ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഈ ദൗത്യമേൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള അറഫ മൈതാനിയിലെ ആ പ്രഭാഷണം നിർവഹിക്കുമ്പോൾ ഇസ്ലാമിക ദഅവത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കണമെന്നുള്ള ഈ ഒരു ഉത്തരവാദിത്വം, അമാനത്ത് അവിടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ അറഫ പ്രസംഗം കേൾക്കുവാൻ പ്രവാചകൻ്റെ മുമ്പിൽ 100,000-ഓളം വരുന്ന സഹാബത്തുണ്ടായിരുന്നു. 100,000-ഓളം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ ഫൽ യുബല്ലിഗി ഷാഹിദിൽ ഗായിബ. ഇനി നമ്മൾ ആലോചിക്കണം, അതിൽ എത്ര സഹാബിമാരുടെ ഖബറുകൾ സൗദി അറേബ്യയിലുണ്ട്. ജന്നത്തുൽ ബഖീയിലും മക്കയിലും മദീനയിലും ഉൾപ്പെടെ സൗദി അറേബ്യയുടെ മുഴുവൻ ഭാഗങ്ങൾ പരിശോധിച്ചാൽ 10,000-ൽ താഴെ സഹാബത്തിൻ്റെ ഖബറുകൾ മാത്രമേ ഇന്ന് അവിടെയുള്ളൂ. അവിടെ നിന്ന്
ആ 1,00,000-ൽ പരം സഹാബത്തിൽ ബാക്കി 90,000 എവിടെ? ബാക്കി 90,000 സഹാബിമാർ അവരുടെ കുതിരകൾ എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത്, അവരുടെ ഒട്ടകങ്ങൾ എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത്, അവിടേക്ക് യാത്ര പോവുകയാണ്. അവിടേക്ക് യാത്ര പോയി അവരെ ചെന്നുപെട്ട ദേശങ്ങളിൽ, ഏതൊക്കെ ഉൾനാടുകളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ഭൂപ്രദേശങ്ങളിൽ അവരെത്തിയോ അവിടെ വെച്ച് ഈ ഹിദായത്ത്, ഈ ദഅവത്തിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവിടങ്ങളിലാകുന്നു അവർ വഫാത്തായത്. ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നത് നമുക്കറിയാമല്ലോ. ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി കടന്നുപോയവരാണ്. ആ 1,00,000-ൽ വരുന്ന സഹാബത്തിലെ 90,000 ആളുകളും 10,000-ൽ താഴെ ആളുകളെ അവിടെ വഫാത്തായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നാം ആലോചിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം ഈ ദഅവത്തിനെ, ഇസ്ലാമിക സന്ദേശത്തെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ഈ ദഅവത്തിൻ്റെ കർമ്മം നിർവഹിക്കാത്ത ഒരു സമുദായത്തിന് നിലനിൽക്കാൻ അർഹതയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഉമ്മത്തും മുസ്ലിമയുടെ, മുസ്ലിം ഉമ്മത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ന്യായം തന്നെ ഇസ്ലാമിക ദഅവത്താണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഉത്തമ സമുദായമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗത്തിൻ്റെ ലക്ഷ്യം ഈ ഭൂലോകത്ത് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള 60 കൊല്ലത്തെ 70 കൊല്ലത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുറവോ ഉള്ള ആയുസ്സിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിയോഗത്തിൻ്റെ ലക്ഷ്യമുണ്ട്. ആ നിയോഗത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കിവിടെ അടയാളപ്പെടുത്താൻ സാധിക്കണം. അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിതാവസാനം വരെ ഓടിയ ഒരുപാട് മനുഷ്യരുണ്ട്. സമ്പാദിക്കാൻ വേണ്ടി, ബിസിനസ്സുകൾ വളർത്തുന്നതിന് വേണ്ടി, തുടങ്ങിയ ബിസിനസ് നഷ്ടത്തിലാകാതിരിക്കാൻ വേണ്ടി പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് വേണ്ടി, അങ്ങനെ അവർ ജീവിതാവസാനം വരെ ഓടി തളരുകയാണ്. ഒരു സമയവുമില്ല. പള്ളിയിൽ വരാൻ പോലും സമയമില്ല. ദീനിൻ്റെ സദസ്സിൽ വന്നിരിക്കാൻ സമയമില്ല. തിരക്കാണ്. ഒരു പ്രസിദ്ധീകരണം, ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം വരി ചേർക്കാൻ ചെന്നാൽ ചിലരൊക്കെ പറയുന്ന മറുപടിയുണ്ട്, വരി വേണമെങ്കിൽ ചേർത്തോളി, പൈസ ഞാൻ തരാം. വായിക്കാൻ സമയമില്ല. എവിടെ സമയം? തിരക്കോട് തിരക്കാണ്. എന്തിനാണ് അവരുടെ ഈ സമയം? ഈ ദുനിയാവിൽ സമ്പാദിക്കുന്നതിന് വേണ്ടി. അങ്ങനെ സമ്പാദിക്കുവാൻ ഓടി ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി മരിച്ചുപോയ ഒരുപാട് കാരണവന്മാർ മുൻ തലമുറയിൽ നമുക്കുണ്ടല്ലോ. മരണത്തിന് ശേഷം ആരെങ്കിലും അവരെ ഓർത്തോ? ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ കിട്ടിയ ആയുസ് കൊണ്ട്, കിട്ടിയ ജീവിതം കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാരൊക്കെ? തങ്ങൾക്ക് കിട്ടിയ അവസരം, ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത ഒരേ ഒരു ചാൻസ്, ഈ നിയോഗത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ആ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ സാധിച്ചവർ, അവർ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുകയാണ്. അവരുടെ മരണശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, നമ്മുടെ മുൻകാലത്തുള്ള മഹാന്മാരായ സലഫുസ്സാലിഹീങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സാധാരണക്കാർ, അവരിൽ പലരെയും നമ്മൾ അനുസ്മരിക്കാറുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് കിട്ടിയ ആയുസ്, അവർക്ക് കിട്ടിയ ജീവിതം, അവർ മക്കൾക്ക് വേണ്ടി ഓടി തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തീർക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. അതോടൊപ്പം തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, മൈഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ, അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ആദർശം, ഈ ഇസ്ലാമിൻ്റെ സന്ദേശം തങ്ങളാൽ കഴിയുന്ന വിധം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുള്ള ആ ദൗത്യം നിർവഹിച്ചപ്പോൾ അവരുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടായി. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദ. എന്താണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ദൗത്യം? മുസ്ലിം ഉമ്മത്ത് എന്നാൽ ഇവിടെയുള്ള എല്ലാ ജീർണതകളും ഏറ്റുവാങ്ങി എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുവാനുള്ള ഒരു ഖൗമാണ്. സാധാരണ അന്യസമ്മതത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് പറയാറുണ്ട്, നമ്മളൊക്കെ കേൾക്കാറുണ്ടല്ലോ, നമ്മുടെ ജീവിത രീതികളെക്കുറിച്ച്, നമ്മുടെ ആഡംബരത്തെയും ധൂർത്തിനെയും കുറിച്ച്, നമ്മുടെ മറ്റു തരത്തിലുള്ള ജീർണതകളെക്കുറിച്ച്. ഇങ്ങനെ ഒരു ഖൗമായി അധപ്പതിക്കുവാനുള്ളതാണോ? അല്ല.
മുസ്ലിം ഉമ്മത്തിന് നിലനിൽക്കണമെങ്കിൽ ആ നിലനിൽപ്പിൻ്റെ ന്യായമെന്ന് പറയുന്നത് ഇസ്ലാമിക ദഅവത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കാത്ത ഒരു സമുദായത്തിന് ജീവനില്ല, നിലനിൽക്കുവാൻ അർഹതയില്ല. ആ സമുദായത്തെ പടച്ചവൻ പരീക്ഷിക്കും. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം മക്കയിലേക്ക് പ്രവാചകൻ്റെ സദസ്സിലേക്ക് കടന്നു വരുന്നത് വേഷപ്രച്ഛന്നനായിട്ടാണ്. കാരണം അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ ശത്രുക്കൾ പിടികൂടും. അങ്ങനെ ശത്രുക്കൾ പിടികൂടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വേഷപ്രച്ഛന്നനായി പ്രവാചകൻ്റെ സദസ്സിൽ വരുന്നു. അവിടെ നിന്ന് ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം അവിടെ വെച്ച് തീരുമാനിക്കുന്നു, ഞാൻ എൻ്റെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോകും. അവിടെ ചെന്നുകൊണ്ട് ഞാൻ ഈ കേട്ട സത്യം അവരോട് പറയും. ഈ ഇസ്ലാമിക ദഅവത്ത് അവിടെ വെച്ച് നിർവഹിക്കും. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിയിൽ വേഷപ്രച്ഛന്നനായി ഇങ്ങോട്ട് വന്ന അബൂദർ അൽ ഗിഫാരിയെ ഖുറൈശികൾ തിരിച്ചറിയുകയാണ്. അവർ കഅബയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ അതികഠിനമായി മർദ്ദിക്കുകയാണ്. നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇസ്ലാമിനെ തള്ളിപ്പറയണം, മുഹമ്മദിനെ തള്ളിപ്പറയണം. അദ്ദേഹം സമ്മതിക്കുന്നില്ല. അങ്ങനെ കഠിനമായ മർദ്ദനങ്ങളേറ്റ് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. എന്നിട്ടും അദ്ദേഹം പിന്മാറുന്നില്ല. ജീവിതത്തിലെ ഒരു ചെറിയ പ്രതിസന്ധിയുടെ പേരിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ഇനി ഒന്നും ദഅവത്തിനില്ല, ഇനി എല്ലാവരും കൂടി ഒന്നിച്ചതിന് ശേഷം എല്ലാം ഒന്ന് കലങ്ങിത്തെളിഞ്ഞിട്ട് ഞങ്ങൾ ദഅവത്ത് നിർവഹിച്ചു കൊള്ളാമെന്ന് കരുതി മാറി നിൽക്കുന്ന സതുദ്ദേശത്തോടെയും അല്ലാതെയുമൊക്കെ മാറി നിൽക്കുന്നവരുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദഅവത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ന്യായവും ഒരവസരവുമില്ല. അബൂദർ അൽ ഗിഫാരി കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടും അദ്ദേഹം തൻ്റെ ഗോത്രത്തിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കൽ വരുന്നത്, അദ്ദേഹത്തിൻ്റെ പിന്നാലെ വലിയ ഒരു ജനക്കൂട്ടം, ഏതാണ്ട് 20,000-ഓളം എന്നാണ് ഹദീസുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ മഹാജനസഞ്ചയത്തെ നയിച്ചുകൊണ്ട് പ്രവാചകനിലേക്ക് വരുന്നു. അവർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അദ്ദേഹം തുടങ്ങിവെച്ച ഇസ്ലാമിക ദഅവത്ത് ഏറ്റെടുത്ത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ അൽ ഗിഫാരിയെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വികാരനിർഭരമായ ഒരു പ്രാർത്ഥന. പ്രവാചകൻ പറയുന്നു, ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെ അബൂദറിനോളം സത്യസന്ധനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അത് പ്രവാചകൻ അദ്ദേഹത്തിന് കൊടുത്ത വല്ലാത്ത ഒരു വിശേഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിലേക്ക്, പ്രവാചകൻ്റെ പള്ളിയിലേക്ക് ഇതുപോലെ ഒരു സദസ്സിലേക്ക് കടന്നു വരുന്ന മനുഷ്യനാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, കാണാൻ അതിസുന്ദരൻ, കണ്ടാൽ പ്രവാചകനോട് രൂപസാദൃശ്യമുള്ള ഒരു സഹാബി, അതിസുന്ദരനായ മുസ്അബ്. അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് എങ്കിൽ സ്ത്രീകളും കുട്ടികളും ആളുകളുമൊക്കെ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ കാണാൻ നിൽക്കുമായിരുന്നു അത്രേ. അതിനുമാത്രം സുന്ദരനും ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനും ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ, ആഡംബരത്തിൽ ജീവിച്ച, സമ്പന്നതയിൽ ജീവിച്ച മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ്റെ സദസ്സിൽ കയറി വരികയാണ്. അവിടെ വെച്ച് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിനോട് ചോദിക്കുന്നു, ഇസ്ലാമിൻ്റെ ദാഇയായി, ഈ ആദർശത്തിൻ്റെ പ്രബോധകനായി ആരാണ് മദീനയിലേക്ക് പോകാൻ തയ്യാറുള്ളത്? നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ ഒരു ചോദ്യം എന്നോടും നിങ്ങളോടുമാണ് വിചാരിക്കും. നമ്മുടെ മഹല്ലിൽ, നമ്മുടെ ശാഖയിൽ, നമ്മുടെ പ്രദേശത്ത് ഒരു ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആര് പ്രസിഡൻ്റാകും, ആര് സെക്രട്ടറി ആകും, ആര് മഹല്ലിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? നമ്മളെല്ലാവരും പറയും, ഇന്ന ആൾ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, ഇന്ന ആൾ സെക്രട്ടറി ആയിക്കോട്ടെ, ഇന്ന ആൾ ഇതിൻ്റെ കൺവീനർ ആയിക്കോട്ടെ, ഇന്ന ആൾ ലീഡർ ആയിക്കോട്ടെ, ഞാൻ ആയിക്കോട്ടെ എന്ന് എത്ര ആൾ പറയും? മറ്റൊരാൾ മറുപടി പറയുന്നതിന് മുമ്പ് മുസ്അബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, ഞാൻ പോയിക്കൊള്ളാം, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ദാഇയായി മദീനയിലേക്ക് ഞാൻ പോയിക്കൊള്ളാം. അവിടുന്ന് അങ്ങോട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലെ നമ്മൾ വായിക്കണം. സഹാബത്തിൻ്റെ ചരിത്രം വായിച്ചാൽ
അതിലെ ഏറ്റവും രോമാഞ്ചജനകമായ, ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ജീവിത ചരിത്രമാണ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെത്. അദ്ദേഹം മദീനയിലെ ഓരോ തെരുവിലൂടെയും നടക്കുകയാണ്. ഓരോ ഗല്ലികളിലൂടെ, ഓരോ വീടുകളിലൂടെ കയറിയിറങ്ങുന്നു. 4 ആൾ കൂടുന്നിടത്തൊക്കെ അദ്ദേഹം അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ സംഭാഷണം, വളരെ സൗമ്യമായ സംഭാഷണം അതാളുകൾ ശ്രവിക്കുന്നു. വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ഇസ്ലാമിക ദഅവത്തുമായി കടന്നു ചെല്ലുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു, നമ്മൾ ഇന്ന് കാണുന്ന മദീന, പിന്നീട് ഇസ്ലാമിനെ കീഴ്പ്പെട്ട മദീന, മദീനത്തുർ റസൂൽ, അത് രൂപപ്പെടുത്തിയെടുത്തത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗം തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം മിസ്അബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ പ്രവാചകൻ്റെ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ റസൂലിന് ആളെ തിരിച്ചറിഞ്ഞില്ല എന്ന്. അതിനുമാത്രം അദ്ദേഹത്തിൻ്റെ ശരീരം മാറിപ്പോയിരുന്നു. തൻ്റെ സദസ്സിലേക്ക് കടന്നു വന്ന അതിസുന്ദരനായ ആ മുസ്അബല്ല, മെലിഞ്ഞുണങ്ങി ശരീരം ശോഷിച്ചു പോയി, തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം മാറിപ്പോയ, ക്ഷീണിച്ചുപോയ, അതിനു മാത്രം ത്യാഗം ചെയ്ത് ആരോഗ്യവും ജീവിതവും സമർപ്പിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് പ്രവാചകന് സഹിക്കാൻ സാധിച്ചില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കരഞ്ഞുപോയ 2 സന്ദർഭങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന 2 മുഹൂർത്തങ്ങൾ, 2 സന്ദർഭങ്ങളുണ്ട്. പ്രവാചകന് ദുഃഖം സഹിക്കാത്ത ഒരുപാട് വിഷമഘട്ടങ്ങളുണ്ട്. പക്ഷേ നിയന്ത്രിക്കാൻ സാധിക്കാതെ പ്രവാചകൻ വിങ്ങിക്കരഞ്ഞ 2 സന്ദർഭങ്ങൾ. ഒന്ന്, തൻ്റെ പ്രിയപുത്രൻ ഇബ്രാഹീമിൻ്റെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കുമ്പോഴാണ്. ഏതൊരു പിതാവിനെയും പോലെ ആ പിതൃഹൃദയം, പ്രവാചകൻ്റെ മനസ്സ് വിതുമ്പിപ്പോയി കൊച്ചുകുട്ടിയായ ഇബ്രാഹീമിൻ്റെ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ. രണ്ടാമത്തെ ഒരു സന്ദർഭം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ഉഹദിൽ രക്തസാക്ഷിയായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൃതദേഹം കാണുമ്പോഴാണ് പ്രവാചകൻ കരഞ്ഞത്. കാരണം തൻ്റെ സദസ്സിലേക്ക് കടന്നു വന്ന സമ്പന്നനായ മിസ്അബ് ഫക്കീറായി, ദരിദ്രനായി, തൻ്റെ കഫം പുടവ കൊണ്ട് ശരീരം മുഴുവൻ മൂടുവാൻ പോലും സാധിക്കാത്ത വിധം മയ്യത്തിൻ്റെ ഒരു ഭാഗത്ത് പുല്ലുകൾ കൊണ്ട് മൂടേണ്ട അവസ്ഥയിൽ അങ്ങേയറ്റം ദരിദ്രനായി ഈ ലോകത്തോട് വിട പറഞ്ഞ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കണ്ടപ്പോഴാണ് പ്രവാചകൻ ജീവിതത്തിൽ കരഞ്ഞുപോയ മറ്റൊരു സന്ദർഭമുള്ളത്. ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു അവർ, ആ സഹാബത്ത്. ഒരിക്കൽ ഒരു ജൂതൻ്റെ കുട്ടി മരണാസന്നനായി കിടക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ പ്രവാചകൻ അവിടെ കടന്നു ചെല്ലുകയാണ്. ഒരു ജൂതൻ്റെ കുട്ടി മരണാസന്നനായി കിടക്കുകയാണ്. പ്രവാചകൻ അവിടെ കടന്നു ചെന്നുകൊണ്ട് പ്രവാചകൻ ആ കുട്ടിയുടെ തലയുടെ അടുത്തിരുന്നു കൊണ്ട് തലോടിക്കൊണ്ട് പ്രവാചകൻ പറയുന്നു, യാ ബുനയ്യ അസ്ലിം, അല്ലയോ കുഞ്ഞു മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ഇപ്പോൾ ആ കുട്ടി, തൊട്ടപ്പുറത്ത് കുട്ടിയുടെ ഉപ്പയുണ്ട്, ജൂതനായ പിതാവുണ്ട്. ആ ഉപ്പയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ ജൂതനായ പിതാവ് പറഞ്ഞു, മാന്യനായ അൽ അമീനായ ഒരു മനുഷ്യനാണ് ഇവിടെ വന്നിട്ടുള്ളത്, അദ്ദേഹമല്ലേ നിന്നോട് പറയുന്നത്, നീ അതുപോലെ പറ. ആ കുട്ടി പ്രവാചകൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. പ്രവാചകനത് മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടാവുകയാണ്. ഒരു ജൂതൻ്റെ കുട്ടി പോലും, ഞാൻ പ്രവാചകനായിരിക്കുന്ന, നുബുവത്ത് കിട്ടിയ വഹി ലഭിക്കുന്ന പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ സന്ദേശമെത്താതെ, ഈ വെളിച്ചം കിട്ടാതെ, ഈ വെളിച്ചമറിയാതെ, ഈ കലിമത്തറിയാതെ ഒരു കുട്ടി പോലും മരണപ്പെടരുത് എന്നാഗ്രഹിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ്റെ അനുയായികളാകുന്നു ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ദഅവത്ത് എന്നുള്ളത് നമ്മളേറ്റെടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നാം നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരല്പം ആ ഭാഗത്തിൻ്റെ പ്രായോഗിക രംഗത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക ദഅവത്ത് മാർഗത്തിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാവരും പണ്ഡിതന്മാരല്ലല്ലോ. ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാരുടെ വയല് പറയാൻ അറിയുന്നവരുടെ ദൗത്യമാണ് ഇസ്ലാമിക ദഅവത്ത് എന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ നാം ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. മർഹൂം
വെട്ടം അബ്ദുള്ള ഹാജിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ചേറിൻ്റെ പാടുകളുണ്ടായിരുന്നു. നേരം പുലർന്ന് വൈകുന്നേരം വരെ പാടത്ത് കന്നുപൂട്ടി ആ ചേറ് കഴുകിക്കളഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങളുമായിട്ടാണ് വെട്ടം അബ്ദുള്ള ഹാജി തൊട്ടപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ട്, ഇന്നത്തെ പോലെ മൈക്കയോ വെളിച്ചമോ സംവിധാനമോ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. അങ്ങനെ പ്രസംഗിക്കുവാൻ കഴിയുന്നവർ, പറയുവാൻ കഴിയുന്നവർ, സംവദിക്കുവാൻ കഴിയുന്നവർ ആ സംവാദത്തിലൂടെ, പ്രസംഗത്തിലൂടെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഇനി എല്ലാവർക്കും അതിന് സാധിക്കണമെന്നില്ലല്ലോ. നമുക്ക് സാധിക്കാവുന്ന, നമുക്ക് കഴിയാവുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇവിടെ 2 ആഴ്ചയിൽ ഒരിക്കൽ ഇസ്ലാമിക വിചാരവേദി എന്ന പേരിൽ നാം ഈ വിചാരവേദി സംഘടിപ്പിക്കുന്നു. നമുക്ക് തീരുമാനിക്കാം, മാസത്തിലൊരിക്കൽ വേണ്ട, 2 മാസത്തിലൊരിക്കൽ. ഇപ്പോൾ കൂടിയ ഈ സഹോദരീ സഹോദരന്മാർ നമുക്കൊരു ദിവസം ഒരുമിച്ച് കൂടുവാൻ സാധിക്കുമോ? ഒരു രാവിലെ ഒരു സുബഹിക്ക് ശേഷം ഒന്നിറങ്ങി നോക്കുക. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ, ഈ കടപ്പുറത്തിൻ്റെ ഭാഗങ്ങളിൽ, താനൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തൊട്ട് നിൽക്കുന്ന ഒരുപാട് കുടിലുകളുണ്ട്, ഒരുപാട് വീടുകൾ, മുസ്ലിം വീടുകൾ, അമുസ്ലിം വീടുകൾ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പോകാറുണ്ട്. നമ്മുടെ വീട്ടിലൊരു കല്യാണമുണ്ടെങ്കിൽ മറ്റാരും പറയണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് നടന്ന് എല്ലാ വീട്ടിലും ചെന്ന് ക്ഷണിക്കും. വണ്ടി എത്താത്തിടത്ത് വണ്ടി നിർത്തി നാം നടന്നു പോകും. നമ്മൾ പോയാൽ പോരാ എന്ന് തോന്നുന്നിടത്ത് നമ്മൾ നമ്മുടെ ജ്യേഷ്ഠനെയോ നമ്മുടെ കാരണവന്മാരെയോ കൂട്ടിപ്പോകും. അതുപോലെ ഒരു യാത്ര, ഒരു ദിവസം നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറ്റു പ്രായോഗിക രൂപം ഇവിടുത്തെ സംഘാടകരുമായി ആലോചിച്ചൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നു. നമ്മളത് മനസ്സിൽ നിയത്ത് ചെയ്യുക. അത്തരമൊരു അവസരമുണ്ടാകുമ്പോൾ ഒരു ദിവസം, ഒരു സുബഹിക്ക് ശേഷമുള്ള സമയം 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. 1-2 ആളുകൾ ചെല്ലുക. ഒരു വീട്ടിൽ ചെന്നുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരോട് പറയുക. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, ആരും നമ്മൾ ആട്ടി ഓടിക്കുകയില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മലപ്പുറം ജില്ലയിൽ പടച്ചവൻ അപാരമായ അനുഗ്രഹം ചെയ്തിട്ടുള്ള പ്രദേശമാകുന്നു നമ്മൾ ജീവിക്കുന്നത്. ഒരു വീട്ടിൽ നിന്നും നൂറുകണക്കിന് സ്ക്വാഡ് വർക്കുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അവർക്കറിയാം, നമ്മൾ 10, 20, 30 വീടുകളിൽ ചെല്ലുമ്പോൾ ഒറ്റപ്പെട്ട വീടുകളിൽ നിന്ന് മാത്രമേ ദുരനുഭവം ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഒന്നുണ്ട്, നമുക്കതിൽ നിന്ന് കിട്ടുന്ന വല്ലാത്ത ഒരു സംതൃപ്തിയുണ്ട്. കാരണം എത്രയോ മനുഷ്യന്മാർ അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ, ആഖിറത്തിനെക്കുറിച്ച്, റിസാലത്തിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന എത്രയോ സഹോദരിമാരെ നമ്മൾ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഉമ്മമാർ, പ്രായം ചെന്ന ഉമ്മമാർ അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മയോട് പറയുകയാണ് പടച്ചവനെക്കുറിച്ച്. എന്നിട്ട് നമ്മൾ ഉമ്മനോട് പറയാണ്, അല്ലയോ ഉമ്മ, പടച്ചവനാണല്ലോ നമുക്ക് ഈ ദുനിയാവ് നൽകിയിട്ടുള്ളത്, അനുഗ്രഹം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആ പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. തൊട്ടപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ മക്ബറയിൽ ചെന്നുകൊണ്ട്, അവിടെയുള്ള ഖബറിന് മുമ്പിൽ ചെന്നുകൊണ്ട് ആ ഖബറിലുള്ള ആളോട് നമ്മൾ ദുആ ചെയ്താൽ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിഷ്ഫലമായി, സ്വർഗം നിഷേധിക്കപ്പെടും, സ്വർഗം ഹറാമാക്കപ്പെടും. ഖുർആൻ ആയത്ത് നമുക്കറിയാവുന്നത് സമർത്ഥിച്ചുകൊണ്ട് സൗമ്യമായ ഭാഷയിൽ സംവദിച്ചാൽ ഉറപ്പ് പറയാം സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള നൂറുകണക്കിന് വീടുകളിലെ ഉമ്മമാർ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത്. എനിക്കറിയാം, ഞാനൊരു ഹയർ സെക്കൻഡറിയോടനുബന്ധിച്ചുള്ള പള്ളിയിൽ ഖുതുബ പറയുന്ന ഒരാളാണ്. ഞാൻ മതപരമായി പഠിച്ച ആളല്ല, 10ാം ക്ലാസ് വരെ പഠിച്ച് അതിനുശേഷം നിങ്ങളെപ്പോലെ വായിച്ചു പഠിച്ചിട്ടുള്ള ഇൽമ മാത്രമേ ഉള്ളൂ. ആയത്തുകൾ ഓതണമെങ്കിൽ ഇതുപോലെ എഴുതി വായിക്കണം, അല്ലാതെ എനിക്ക് ഓതാൻ സാധിക്കുകയില്ല. അതിനുള്ള അറിവും പാണ്ഡിത്യമേ എനിക്കുള്ളൂ. പക്ഷേ ഖുതുബ പറയുവാൻ മറ്റവിടെയുള്ള ആളുകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഖുതുബ നിർവഹിക്കുന്നത്. ഒരു ഖുതുബയിൽ
ഞാൻ കൃത്യമായി തൗഹീദുമായി ബന്ധപ്പെട്ട് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലിയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിക്കും വലയുമക്കിനന്ന ലഹും ദീനകും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅബ്ദൂനനി ലാ യുശ്രികൂന ബിഹി ഷൈഅ എന്നുള്ള ആയത്തോതി വിശദീകരിച്ചു. ആയത്തിൻ്റെ ആശയം നിങ്ങൾക്കറിയാലോ. അള്ളാഹു മനുഷ്യൻ അനുഭവിക്കുന്ന, ഈ ഭൂമുഖത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അവസാനിപ്പിക്കും. മുസ്ലിം ഉമ്മത്തിന് ആധിപത്യം നൽകും, നിർഭയത്വം നൽകും, അവർക്ക് അധികാരം നൽകും, അന്തസ്സ് നൽകും. ഇതൊക്കെ പടച്ചവൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ അതിന് പടച്ചവൻ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ. അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ. മുസ്ലിം ഉമ്മത്ത് എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, എന്നെ മാത്രം ആരാധിക്കട്ടെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് 100% മുസ്ലിം ഉമ്മത്ത് എത്തുമെങ്കിൽ അള്ളാഹു ഇസ്സത്ത് നൽകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അത് വിശദീകരിച്ചുകൊണ്ട് തൗഹീദ് വിശദീകരിച്ചപ്പോൾ ആ ഖുതുബ കഴിഞ്ഞതിന് ശേഷം 2-3 സഹോദരന്മാർ വന്നുകൊണ്ട് ചോദിച്ചു, ഞങ്ങളിതാദ്യം കേൾക്കുകയാണ്, ഇതിൻ്റെ വല്ല സീഡികളും കിട്ടുമോ? ഇത് ഞങ്ങൾ ആദ്യം കേൾക്കുക. ഞങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, പാതിരാ വയലുകൾ നമ്മുടെ സഹോദരിമാരെമ്പാടും കേട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇങ്ങനെ മണിക്കൂറുകൾ 3 മണിക്കൂറും 4 മണിക്കൂറുമൊക്കെ നീണ്ട പ്രഭാഷണം നടത്തുന്ന വായലന്മാർ, പണ്ഡിതന്മാർ, അവരുടെ ഒരു ദൗർഭാഗ്യം. ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു 10, 50, 100 ആളുകളാണല്ലോ ഉള്ളത്. ഈ പണ്ഡിതന്മാരുടെ, മൗലവിമാരുടെയൊക്കെ മുമ്പിൽ 10,000-കണക്കിന് ആളുകളുണ്ട്. 10,000-കണക്കിന് സഹോദരീ സഹോദരന്മാർ, ആണും പെണ്ണുമുള്ള ഒരു സദസ്സ് കിട്ടിയിട്ട് ജീവിതത്തിൽ 100-കണക്കിന് പ്രഭാഷണങ്ങൾ നിർവഹിച്ചിട്ട് ആ സദസ്സിന് മുമ്പിൽ പടച്ചവൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയാൻ സാധിക്കാതെ വരുന്നതിനേക്കാൾ വലിയ നിർഭാഗ്യം എന്താണുള്ളത്? റസൂലിൻ്റെ മദ്ഹ് അവർ പറയുന്നുണ്ടാകും, പോരിഷുകളെമ്പാടും പറയുന്നുണ്ടാകും. ഒരുപാട് സാംസ്കാരിക ച്യുതിയെക്കുറിച്ച്, മൂല്യച്യുതിയെക്കുറിച്ച്, വഴിതെറ്റുന്ന യുവതയെക്കുറിച്ച്, നരകത്തിൽ പോകാനിടയുള്ള പെണ്ണിനെക്കുറിച്ചൊക്കെ നീണ്ട പ്രഭാഷണം നടത്തുന്നുണ്ടാവും. പക്ഷേ 10,000-കണക്കിന് ആളുകൾ തങ്ങളുടെ ശബ്ദം ശപിച്ചുകൊണ്ട് സാഗൂതമിരിക്കുന്ന സഹസിന് മുമ്പിൽ ഒരു 15 മിനിറ്റുമെങ്കിലും, അല്ലയോ മുസ്ലിം ഉമ്മത്തെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പടച്ചവനോടാണ്, മഖബറുകളിൽ ചെന്നുകൊണ്ടല്ല എന്ന് പറയുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ ഇവരെത്ര വയല് പറഞ്ഞാലും ഞാൻ പറയും അവർ ഈ ലോകത്തെ നിർഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ മഹാഭാഗ്യം എന്ന് പറയുന്നത് ഈ ദഅവത്തിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന്. ഇത് പറഞ്ഞാൽ കേൾക്കുവാൻ കാതോർത്ത് നിൽക്കുന്ന, ഇതറിയാതെ പോയ 10,000-കണക്കിന് സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ സഹോദരിമാർക്ക് തീരുമാനിക്കാം. സഹോദരിമാർ അവരുടേതായ രൂപത്തിൽ, സഹോദരിമാർ മാത്രമുള്ള ഒരുപാട് വീടുകളുണ്ടല്ലോ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർ പോകാറുണ്ട്. തൊട്ടപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ട് എങ്കിൽ അവിടെ കുടുംബമായിട്ട് നാം പോകാറുണ്ട്. പാതിരാ വയലുകൾക്ക് പോകാറുണ്ട്, ഉറുദികൾക്ക് പോകാറുണ്ട്, നേർച്ചകൾക്ക് പോകാറുണ്ട്. നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ നാട്ടിലുള്ള പള്ളിയിൽ, സഹോദരിമാർക്ക് സൗകര്യമുള്ള പള്ളികളിൽ, അവിടെയുള്ള ജമാഅത്ത്, അള്ളാഹുവിൻ്റെ റസൂല് ശറഈയായ കാരണങ്ങൾക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങുവാൻ അനുവദിച്ചിട്ടുള്ള അവസരം, ആ പള്ളിയിലുള്ള നമസ്കാരം, അവിടെയൊന്ന് പോകുവാനുള്ള അവസരം കിട്ടുന്നുണ്ടെങ്കിൽ, അവിടെയുള്ള ജുമുഅ കേൾക്കുവാനുള്ള അവസരം കിട്ടുന്നുണ്ടെങ്കിൽ, ആ വെളിച്ചവുമായി തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് പോയി ഈ ദഅവത്ത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാകുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ കർമ്മം. ഇനി അതിനും സാധിക്കില്ല എങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പലതും നൽകാറുണ്ടല്ലോ. ഒരു പ്രഭാഷണത്തിൻ്റെ CD എങ്കിലും കൊടുക്കാൻ, മെസ്സേജുകൾ കൈമാറാറുണ്ടല്ലോ. ഫോണുകളിൽ നിന്ന് ഫോണുകളിലേക്ക് വാട്സാപ്പിലൂടെ മെസ്സേജുകൾ കൈമാറുന്ന പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, തൗഹീദിനെ പരിചയപ്പെടുത്തുന്ന മെസ്സേജുകളും സന്ദേശങ്ങളും അയക്കുക എന്നുള്ളതൊരു ദഅവത്തിൻ്റെ ഭാഗമാണ്. ഒരു CD കൊടുക്കുക എന്നുള്ളൊരു ദഅവത്തിൻ്റെ ഭാഗമാണ്. ഒരു ലഘുലേഖ കൊടുക്കുക എന്നുള്ളത് ഒരു ദഅവത്തിൻ്റെ ഭാഗം. ഇനി അതൊന്നും സാധിക്കുകയില്ല എങ്കിൽ ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ശരീരം കൊണ്ടുള്ള പങ്കാളിത്തം, ഇതുപോലെയുള്ള സദസ്സുകളിൽ, ദീനിൻ്റെ സദസ്സുകളിൽ, പ്രവർത്തനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം നമ്മുടെ പോരാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. ഖൂ അൻഫുസഹും വഅഹ്ലീകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരമൊരു സദസ്സിലേക്ക്
നമ്മുടെ കാരണവന്മാരായ സഹോദരന്മാർ പലരും വന്നല്ലോ, നമ്മുടെ സഹോദരിമാർ പലരും വന്നല്ലോ. നമ്മുടെ വീടുകളിൽ ആരോഗ്യവും യൗവനവുമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ടല്ലോ. നമ്മുടെ ഇളയച്ചിണ്ടല്ലോ, മൂത്തച്ചിണ്ടല്ലോ, മരുമക്കളുണ്ടല്ലോ. അടുത്തിനി ഒരു സദസ്സ് സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മളവരെ മുൻകൈയെടുത്ത് കൊണ്ടുവരിക. കാരണം കല്യാണത്തിന് നമ്മളാണ് അവരെ കൊണ്ടുപോകാറുള്ളത്. തൊട്ടപ്പുറത്തൊരു കടയിലേക്ക് പാതിരാത്രി വേണമെങ്കിലും ഷോപ്പിങ്ങിന് നമ്മളെ വീട്ടിലുള്ള എല്ലാവരെയും പെറുക്കി കൊണ്ടുപോകാറുണ്ടല്ലോ. ചെറിയ കുട്ടികളെയും മുതിർന്നവരെയൊക്കെ പെറുക്കിയിട്ട് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. ആ പോകുന്നത് കൂട്ടത്തിൽ അതിനേക്കാൾ പ്രാധാന്യം ഈ സദസ്സിന് നമ്മൾ കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഇനി ഒരു വിചാരവേദിയുടെ സദസ്സുണ്ട് എങ്കിൽ നമുക്ക് നിർവഹിക്കാവുന്ന ദഅവത്ത്, എൻ്റെ ഈ ശബ്ദം കേട്ട സഹോദരീ സഹോദരന്മാരെ, ഈ ഒരൊറ്റ കാര്യമെങ്കിലും ചെയ്യുമെന്ന് പടച്ചവനെ സാക്ഷി നിർത്തി നിങ്ങൾ നിയ്യത്ത് ചെയ്യുകയാണ് എങ്കിൽ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ ഈ സംസാരിച്ചത് എനിക്ക് പ്രതിഫലാർഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു വിചാരവേദിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരാളെയെങ്കിലും ക്ഷണിക്കുക, നമ്മുടെ വീട്ടിലുള്ളവരെ ക്ഷണിക്കുക. നമ്മൾ ഇന്ന് പോകുന്നത് പോലെ, നമ്മളും നമ്മുടെ മക്കളും പോകുന്നത് പോലെ, നമ്മുടെ കുടുംബം പോകുന്നത് പോലെ, നമ്മുടെ അയൽവാസി നമ്മൾ വിളിച്ചാൽ വരുന്ന ഒരാളെയെങ്കിലും, നീ കാരണം ഒരാളെങ്കിലും ഹിദായത്തായാൽ അതാകുന്നു ഈ ലോകവും അതിലുള്ള മുഴുവൻ വിഭവവും ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രിയങ്കരമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശ്രമഫലമായി, നമ്മുടെ പ്രേരണയുടെ ഫലമായി ഒരാളെയെങ്കിലും ഈ വിചാരവേദിയിലേക്ക്, ഈ ഇസ്ലാമിക വേദിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതും നമുക്ക് നിർവഹിക്കാവുന്ന ദഅവത്താണ്. അതുകൊണ്ട് തന്നെ ദഅവത്തിൻ്റെ ഈ മാർഗങ്ങൾ എല്ലാം നമ്മളാൽ കഴിയുന്ന വിധം ജീവിതത്തിൽ പരമാവധി പരിശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. എന്തുകൊണ്ട്? നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സമയമെന്നുള്ളത് പരിമിതമാകുന്നു. എപ്പോഴാണ് അവസാനിക്കുക എന്നുള്ളത് ആർക്കും അറിയുകയില്ല. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ആരോഗ്യമോ പ്രായമോ ഒന്നും ഇതിന് തടസ്സമല്ല. പടച്ചവൻ നൽകിയിട്ടുള്ള ഒരേ ഒരു അവസരം, ഒരൊറ്റ ചാൻസ് മാത്രമാകുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ഒരേ ഒരു ചാൻസ്. ഇപ്പോൾ SLC +2 പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടക്കുകയാണ്. SLC പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയാൽ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അവസരമുണ്ട്, റീവാലുവേഷനുള്ള അവസരമുണ്ട്, വീണ്ടും പരീക്ഷ എഴുതാൻ അവസരമുണ്ട്, +2 പരീക്ഷയ്ക്കുമുണ്ട്. എന്നാൽ ഒരു റീവാലുവേഷനും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഒരു ബെറ്റർമെൻറ്റും ഒരു മാർച്ചും ഒരു സെപ്റ്റംബറും ഒന്നുമില്ലാതെ ഒരിക്കൽ മാത്രം നൽകിയിട്ടുള്ള അത്യപൂർവമായ ഒരേ ഒരു ചാൻസ്. ഈ ഒരു ചാൻസ് ആർക്ക് ബുദ്ധിപരമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളുടെ കൂട്ടത്തിൽ എല്ലാ തിരക്കുകളും നമ്മുടെ തലയിലേറ്റുന്നതിന് പകരം ശാന്തമായ മനസ്സോടുകൂടി ഒന്നാലോചിക്കുക, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? സാധിക്കുന്നത്, നമ്മളാൽ കഴിയുന്നത് ഒരു ചെറുവിരലനക്കാൻ സാധിക്കുമോ? ഒരാളെ ക്ഷണിക്കുവാൻ സാധിക്കുമോ? നമ്മുടെ വാഹനത്തിൽ ഒരാളെ കയറ്റി കൊണ്ടുവരാൻ സാധിക്കുമോ? നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സ്നേഹപൂർണമായ ക്ഷണം കൊണ്ട് ഒരാളെയെങ്കിലും ഈ വെളിച്ചത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമോ? അതാകുന്നു ഈ ഹിദായത്തിന് നാം നിർവഹിക്കേണ്ട നന്ദി, കൃതജ്ഞത. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വലഇൻ കഫർതും, നിഷേധിച്ചാൽ, അനുഗ്രഹത്തെ മറന്നുപോയാൽ, പടച്ചവൻ നമുക്ക് നൽകിയ തുല്യതയില്ലാത്ത ഹിദായത്ത് എന്ന അനുഗ്രഹത്തെ നിസ്സാരമായി കണ്ടുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യവും യൗവനവുമൊക്കെ മറ്റു പലതിൻ്റെയും മുമ്പിൽ തുലക്കുമ്പോൾ ഒരൽപ്പം ഈ ദഅവത്തിന് വേണ്ടി മാറ്റിവെക്കാതിരുന്നാൽ, വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിഷേധിച്ചാൽ നഷ്ടം നമുക്ക് മാത്രമാകുന്നു. പടച്ചവൻ കഠിനമായി ശിക്ഷിക്കുന്നവരാണ് എന്ന് പടച്ചവൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഹിദായത്ത് എന്ന അനുഗ്രഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കാര്യത്തിലുള്ള 3 രൂപത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുക. 1, ഹിദായത്തിനെ മനസ്സിലാക്കുക. 2, ആ ഹിദായത്തിനെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തുക. 3-മതായി ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അതിന് സാധിക്കുന്ന, ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുന്ന അവൻ്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഠിനമായ ചൂട് കൊണ്ടും വരൾച്ച കൊണ്ടും ദാഹം കൊണ്ടും കഷ്ടപ്പെടുകയാണ്. പടച്ച തമ്പുരാൻ ആശ്വാസവും അവൻ്റെ അനുഗ്രഹവുമായ മഴ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്.
ഇത്തരം സദസ്സുകളിൽ വരണമെന്നാഗ്രഹിച്ചിട്ടും ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് വരാൻ കഴിയാത്തവരുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ ശമനം നൽകി, ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മറ്റുള്ളവരോട് പറയാൻ സാധിക്കാത്ത വിധം മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായ കടബാധ്യതകളും സാമ്പത്തികമായ ഞെരുക്കവും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ വിവാഹപ്രായമെത്തിയ സഹോദരന്മാരുണ്ട്. മറ്റു പലതിൻ്റെയും പേരിൽ വിവാഹത്തിന് സന്ദർഭം കിട്ടാതെ പോയിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് നല്ല ഒരു കുടുംബജീവിതത്തിനുള്ള സമയവും സന്ദർഭവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വച്ച് എപ്പോൾ മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.